ചവിട്ടല്ലേ. സോറി. ആ ഫുൾ ടൈം ബുദ്ധിമുട്ടിരുന്നോട്ടാ. എടി അവരിപ്പോ എത്തും, നിനക്കൊന്ന് വന്ന് സഹായിച്ചൂടെ? അവരെന്നെ കെട്ടാനൊന്നും വരുന്നല്ലോ ഇത്ര വൃത്തിയിലും വെടിപ്പിലും ഒക്കെ സ്വീകരിക്കാൻ. തനിച്ചങ്ങ് ചെയ്താ മതി. ദാസാ, നീ ഇന്ന് പോണില്ലേ? ഓ ഞാനിന്ന് ലീവ് എടുത്ത്. അല്ല അവരൊക്കെ വരുമ്പോ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ വേണ്ടേ? അതെന്തായാലും നന്നായി. എന്നാ പിന്നെ ഒരു സദ്യയും കൂടി ഒരുക്കായിരുന്നു. അത് ശരി, അത് കൊള്ളാം. അതെ, ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. ഓക്കെ. വണ്ടി ഞാൻ താഴെ പാർക്ക് ചെയ്തിട്ട് വരാം. നീ പോയി പാർക്ക് ചെയ്തോ. അങ്ങോട്ട് നോക്കി വീടിനകത്ത് കയറി പോലോ. ഗുഡ് മോർണിംഗ് റോഷൻ ഭായ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വണ്ടി കൊണ്ട് താഴെ കൊണ്ട് പാർക്ക് ചെയ്യും. ഇറക്കി വെക്കാം. അപ്പത്തേക്ക് ഞാൻ ശരിയാക്കാം. റോഷൻ ഭായ് നമുക്കവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതെ, നമുക്കെല്ലാം ചോദിച്ച് റെഡിയാക്കാം. അതുവരെ നീ സാധനം ഇവിടെ എങ്ങനെ കൊണ്ടു വെക്കേ. ഇവിടെ അല്ലേ? എടാ അവരാരെങ്കിലും വരട്ടെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം. നീ ഇപ്പൊ ഇവിടെ വെക്ക്. അതെ ഇങ്ങോട്ടിട്ടോ. അല്ല അത് വേണ്ട, അത് ഇങ്ങോട്ട് മാറ്റിട്ടാ മതി. ഇങ്ങോട്ട് മാറ്റിട്ടെ. പറഞ്ഞു തന്നെ കയറി പോയി. ഗ്യാസ് കൊണ്ട് തട്ടുകടക്കാരൊക്കെ പോകുന്നുണ്ടല്ലോ, എങ്ങോട്ടാണാവോ? നമസ്കാരം. നമസ്കാരം. അമ്മയൊന്ന് വിളിക്കൂ. ആരുടെ അമ്മ? നിങ്ങളുടെ അമ്മേ. ഇതെന്റെ മോള് കൃഷ്ണ. ഞാൻ അവളുടെ അമ്മ ചിത്ര. നിങ്ങക്ക് ഏതമ്മേനെയാ വേണ്ടേ? ഓ മൈ ഗുഡ്നസ്, ഐ ആം സോറി. ഞാൻ വിചാരിച്ചു നിങ്ങൾ സിസ്റ്റേഴ്സ് ആയിരിക്കും. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. എന്റെ മിസ്റ്റേക്ക് ആണ്. ആർക്കായാലും തെറ്റിപ്പോ. എന്താ കാര്യം? അതെ, മേക്കപ്പും കോസ്റ്റ്യൂമും മാറാനായിട്ട് ഒരു സ്ഥലം വേണമായിരുന്നു. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഉപയോഗിക്കുന്നൊന്നും വേണ്ട. മേക്കപ്പും കോസ്റ്റ്യൂമും കഴിഞ്ഞാൽ ഞങ്ങൾ ആ പരിസരത്തേ ഉണ്ടാവും. ഷുവർ. അതിന് ഇവിടെ 1-2 റൂം ചുമ്മാ ഒഴിഞ്ഞു കിടക്കാം. നിങ്ങൾ കയറിക്കോ. ആണോ? താങ്ക് യു. കേറിക്കോ കേറിക്കോ. വാ വാ വാ. ഗ്യാസ് അല്ലയോ? അല്ല, പെട്രോളാ. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇന്നെ പിടിച്ചു. മേനോൻ വർമ്മ. ശ്രീ ഗോപിനാഥൻ മേനോൻ. രാജാ രവി വർമ്മ. ചെക്ക്. ഞാൻ എൻ്റെ പേരാ പറഞ്ഞ്. മനസ്സിലായടാ? ഞാനും എൻ്റെ പേരാ പറഞ്ഞത്, രാജാ രവി വർമ്മ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്നെ രവി എന്നാ വിളിക്കുന്നത്. കുസൃതിക്കാരൻ രവി, അത് മതി. മേനെന്താ കുടിക്കാൻ വേണ്ടേ? ചായയോ അതോ സംഭാരോ? അയ്യ, ഇപ്പൊ ഒന്നും വേണ്ട. അവന്റെ ഒരു സംഭാരം എന്റെ അടുത്താ അവന്റെ കളി. അതെ, കീനോ എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. കീനോ എടുത്തിട്ടുണ്ട്. ഷോട്ടിന് വായിക്കുമ്പോൾ ബോഡി കളിക്കരുത്. എല്ലാം സെറ്റാണ്, കണ്ടാ മതി. നെക്ക തൊപ്പിയോടെ നിന്നേ. അല്ല, ഇതെന്താ സംഭവം? ഇത് ലൈറ്റ്. ഈ ലൈറ്റൊക്കെ കത്തിക്കാനുള്ള കറണ്ടിന് എന്ത് ചെയ്യും? ഇവിടുന്ന് കറണ്ട് എടുക്കാൻ മേനോൻ സമ്മതിക്കത്തില്ല. ഏത് മേനോൻ? ഗോപിനാഥൻ മേനോൻ. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഏതാണ് അത്തണ്ടി? പച്ചക്ക് തൊലി തിരിച്ച് കത്തിക്കും ഞാൻ അവനെ. അമ്മാവൻ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ആളെ കാണിച്ചെന്നതാ ഞങ്ങൾ ഡീൽ ചെയ്തോളാം. ആയിക്കോട്ടെ. ഓക്കെ.
തൊപ്പിക്കാരന് വെറുതെ തെറ്റിദ്ധരിച്ചു. എന്താണ്? എന്ത്? ആ, ഒന്നുമില്ല. വേണ്ടായിരുന്നു. ഈ മുറി ഇതെങ്ങനെയുണ്ട്? ഓ വേണ്ട. കൊള്ളൂലേ? ഇവിടെ നമുക്ക് ഇതിനകത്ത് റീൽസ് ചെയ്താലോ? റീൽസേ നമുക്ക് പുറത്ത് ചെയ്യാം. ലൈറ്റ് നല്ല ഫേവറാ. ലൈറ്റ് പുറത്താണല്ലോ, അത് ശരിയാ. അപ്പം നൈസ് ആയിരിക്കും. അത് മതി. ഹായ്, ഹായ്. ഞങ്ങൾ വന്ന് ശല്യായോ? ഹാ, കുറച്ച്. എന്താ പേര്? ലക്ഷ്മി. ലക്ഷ്മി. ഞാൻ ശ്യാം, ഈ പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. മനുവിനറിയാലോ, ഡയറക്ടർ. ഇത് ഹാരിസ് ഹസൻ, ക്യാമറമാനാണ്. ഹായ്. ഹായ്. ലക്ഷ്മി എന്ത് ചെയ്യുന്നു? പഠിക്കുവാണോ അതോ ജോലി വല്ലതും? എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇപ്പൊ എയർഫോഴ്സിൽ എഞ്ചിനീയറിംഗിന് ട്രൈ ചെയ്യുവാണ്. ഓ പോളി. അല്ല അച്ഛൻ മിലിറ്ററി കണ്ടല്ലേ? ഹാ, അതെ. മൊത്തത്തിൽ ഇതൊരു പട്ടാള ക്യാമ്പാണല്ലേ? യദു, എടാ ഡൈനിങ് ഏരിയ സെറ്റാണോ? ഇതിപ്പോ സെറ്റാക്കാം, പെട്ടെന്നാണേ. ലക്ഷ്മി, ഇത് യദു, നമ്മുടെ ആർട്ട് അസോസിയേറ്റ് ആണ്. പുള്ളിക്കാരൻ അസാധ്യ ആർട്ടിസ്റ്റ് ആട്ടോ, നല്ലോണം വരയ്ക്കും. ഹായ്. ഹലോ, എന്നെ ഞാൻ ഒന്ന് റെഡി ആക്കട്ടെ. ശരി ശരി. ഈ വീടും പരിസരമൊക്കെ കണ്ടിട്ടേ നല്ല പോസിറ്റീവ് എനർജി തോന്നുന്നുണ്ട്. നീ ആ ബെഡ്ഷീറ്റ് ഒക്കെ ഇറക്കിയേ. ഇറക്കാം. എന്നത്തിനാ? തിരിച്ചു കിടക്കാനല്ലേ? എന്റെ പൊന്നാണ്ടോ, നിങ്ങൾ എനിക്ക് പോസ്റ്റ് തരരുത്. ഇത് ഞാൻ കൈയും കാലും പിടിച്ചിട്ടാക്കി വീടാ, മനസ്സിലായോ? ഇതെവിടെയെങ്കിലും കൊടുന്നൊന്ന് വെക്കലാവേ ഒന്ന്. ഓ, റോഷൻ ചേട്ടാ, ഞങ്ങളെ ശ്രദ്ധിച്ചോളാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ അടുത്ത പടം തുടങ്ങുമ്പോൾ റോഷൻ ചേട്ടാ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായോ? റോഷൻ ചേട്ടാ, പാക്കപ്പ് പാർട്ടി ഇവിടെയാണോ അതോ ഹോട്ടലിലാണോ? അല്ല, നമ്മുടെ പാക്കപ്പ് പാർട്ടി ഇവിടെയാണോ അതോ നമ്മുടെ ഹോട്ടലിലാണോ? നിന്റെ അമ്മായിയുടെ മോക്കടെ കല്യാണം കൂടെ ഇവിടെ വെച്ച് നടത്താം. ഇത് കാല് പിടിച്ച് കിട്ടിയ വീടാത്, ഇവിടെ വെച്ചൊന്നും നടക്കല്ലോ കേട്ടോ, മനസ്സിലായോ? അതൊക്കെ ഹോട്ടലിൽ നോക്കാം. പോരാത്തന്നെ പരട്ട കളവനും. ഡീസൽ അടിക്കണം. ആണ്ടെ അടുത്തവൻ. എടാ, നിന്നോട് മലയാളത്തിൽ കാല് പിടിച്ച് ഞാൻ പറഞ്ഞാലേടാ രാവിലെ വരുമ്പോ ഡീസൽ അടിച്ചോണ്ട് വന്നു. അതിലൊരു ത്രില്ലില്ല ചേട്ടാ. നമ്മൾ ഈ ലൊക്കേഷനിലൊക്കെ ഒന്ന് സെറ്റ് മൊത്തം നമുക്കൊണ്ട് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്താലല്ലേ നമുക്കൊരു എൻട്രി പഞ്ച് ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ സിനിമക്ക് വേണ്ടി ജീവിക്കണവരാന്ന്. എടാ സമ്മതിച്ചു. അതിന് നിങ്ങളുടെയൊക്കെ എൻട്രി മ്യൂസിക് എന്താ നെഞ്ചത്തേക്ക് അടിക്കില്ലേന്ന്. ഡീസൽ വണ്ടിയിലുണ്ട് റോഷൻ ചേട്ടാ. ആരുടെ ആശ്വാസമുള്ളൊരു വാക്ക് പറഞ്ഞേ? നീയാ ഉണ്ടായത് നന്നായി, അല്ലെങ്കിൽ ഞാൻ പാക്കപ്പ് പറഞ്ഞാണ് ഞാൻ. എന്നിട്ടെന്താ, എമറാൾഡ് യൂണിറ്റുകാരെ വിളിച്ച് നാളെ പോലെ ഷൂട്ട് കൊടുക്കും. അവരൊക്കെ വന്നാലേ കൃത്യമായിട്ട് ബാറ്റ് കൊടുക്കണം, അല്ലെങ്കിലേ 3-ാമത്തെ ദിവസം ഇട്ടേച്ചു പോകും. എടാ, നിനക്കൊക്കെ എന്നീ ബാറ്റാന്നുള്ളോ? ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റിപ്പിടാ. ആദ്യം പടം ഒന്ന് നല്ല നിലയ്ക്ക് തീർക്കാൻ നോക്ക്, എന്നിട്ടാവും ബാറ്റ കേട്ടോ. എന്റെ ദൈവമേ, എന്നാണോ ഈ ബാറ്റയുടെ കണക്കും കേൾക്കാതെ ഈ തെറിവിളിയും കേൾക്കാതെ ഒരു പടത്തിന്റെ പാക്കപ്പ് പറഞ്ഞു പോകാൻ പറ്റണമെന്തോ. ഇതെടുത്തല്ലേ മനു? അപ്പൊ ഇന്നെങ്ങനെയാ നമ്മുടെ പ്ലാൻസ്? നമുക്ക് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് സലീമിന്റെ വീട്ടിലേക്ക് വരുന്ന ജിതിനും പാർവണയും, അവരെ വെൽക്കം ചെയ്യുന്ന സലീമിന്റെ ഫാമിലി, പിന്നെ ക്യാമ്പ് ഫെയർ ഉണ്ട്. അവിടെയാണ് നമ്മുടെ സോങ്ങിന്റെ ഓപ്പണിംഗ്. ഇതൊക്കെ നൈറ്റ് സീൻസ് അല്ലേ? അത് നൈറ്റാ. ഡേ സീൻസ് ഏതൊക്കെയുള്ളത്? ഡേ സീൻസ് ഡൈനിങ് ടേബിളിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന സീനുണ്ട്, അത് കഥയിൽ അടുത്ത ദിവസം, നെക്സ്റ്റ് ഡേ. പിന്നെ ഒരു ഫോൺ കട്ടുണ്ട്, പിന്നെ റീല് ചെയ്യുന്നുണ്ട്. റീൽ ചെയ്യുന്നത്. അല്ല, പൂജാമുറിയിൽ വിളക്ക് കത്തിക്കണ ഒരു ഷോട്ട് കൂടി എടുക്കാനുണ്ട്. അതൊരു കൈ മാത്രമല്ലേ ഉള്ളൂ. അല്ല, ഇനി ഗൗരി നായിക എത്തിയിട്ടില്ല. അത് നിന്റെ കൈ മതി. എന്റെ കൈയാണ് ഈ സിനിമയിൽ നായികയുടെ കൈനേക്കാൾ കൂടുതൽ അഭിനയിച്ചേക്കണത്. നമുക്ക് വേറെ ആളുടെ കൈ നോക്കാം. നമ്മുടെ മൃദുവിന്റെ കൈ മാച്ച് ആയിരിക്കും. മൃദുലയുടെ ഞങ്ങൾ വേറൊരു കാര്യം പറഞ്ഞു. ആ കൊറിയോഗ്രാഫർ വന്നായിരുന്നോ? അല്ല, എന്നാ ആദ്യം അതങ്ങ് എടുക്കാം. അതല്ല സെറ്റാണ്, ടെൻഷൻ വേണ്ട. ശരി ശരി, അത് പറഞ്ഞേക്ക്. ഷാമെ, ബാക്കി പാച്ചസ് ഏതുള്ളത്? പാച്ചസ് രജിസ്റ്റർ ഓഫീസിൽ എല്ലാവരും ഒപ്പിടുന്നതിന്റെ ക്ലോസ് ഷോട്ട്, പിന്നെ ആ രജിസ്ട്രാറുടെ ഒരു ക്ലോസും ഉണ്ട്. അല്ല, ഈ രജിസ്റ്റർ ഓഫീസിലെ സീനൊക്കെ എടുത്ത് തീർന്നതല്ലേ? അല്ല, ആ രജിസ്റ്റർ ഓഫീസിന്റെ വൈറ്റ് ഷോട്ടും പിന്നെ പാർവണയുടെ കുടുംബക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല, സമയം കിട്ടണ്ടേ. അല്ല, ഈ എടുക്കുന്ന സീനൊക്കെ തീർത്തെടുക്കാൻ കുറച്ച് സൗകര്യമായിരുന്നു. കാരണം വെച്ചാൽ റീസെറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടുപെടുക. അല്ല, ആകെ ഒരു ദിവസം കിട്ടും സിനിമയിലെ മൊത്തം സീനും തീർക്കണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇങ്ങനെ കൊല്ലല്ല റോഷ. കൊറിയോഗ്രാഫർ എന്തായി, വിളിച്ചോ? അത് സെറ്റാണ്, വിളിച്ചോണ്ടിരിക്കുക, എപ്പോ വരും? നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും പൂജാമുറിയിലെ ഷോട്ട് അങ്ങ് എടുക്കാം, ഐശ്വര്യമായിട്ട് തുടങ്ങാം. തുടങ്ങാം. ഏതോ മോനടാ വിളിപ്പുറത്തുണ്ടാവണം. നമുക്കേ ആ പൂജാമുറിയിൽ ഷോട്ട് സെറ്റ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാം. പിന്നെ ആ രജിസ്റ്റർ ഓഫീസിന് മറ്റൊരു ബ്ലോക്കും കൂടി കണ്ടുവച്ചോ. ചാടി നിൽക്കട്ടാ. ആ രജിസ്ട്രാർക്ക് ഡയലോഗ് ഉണ്ട്, അയാൾ വന്നാ? ഓൾ ദി ബെസ്റ്റ്.
എല്ലാം സെറ്റാണേ സെറ്റാണ്. അയാൾ ഇന്നലെ തൊട്ട് ഇവിടെ വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ചേട്ടാ എന്നിട്ട് ഇപ്പി ഡയലോഗ് പറയണോ? എനിക്ക് ഇത്രയുള്ളൂ ഡയലോഗ്. ചേട്ടാ അവന്മാരെ ഏട്ടനെ പറഞ്ഞോട്ടെ, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആ ക്യാരക്ടറായി മാറണ്ടേ, അതിനാ. മാങ്ങാത്ത ഒല്ലി.